പൊന്നാനി നഗരസഭാ പരിധിയിൽ സാമൂഹ്യക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാതെ പൊന്നാനി കുറ്റിക്കാട് സർവീസ് സഹകരണ ബാങ്ക് കാലതാമസം വരുത്തിയെന്ന് ആരോപിച്ചും ബാങ്കിന്റെ നടപടികളെപ്പറ്റി സഹകരണ വകുപ്പ് അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ട് പൊന്നാനി സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസ് പൊന്നാനി മുനിസിപ്പൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഉപരോധിച്ചു. പെരുന്നാളിന് മുൻപ് തന്നെ പെൻഷൻ വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചിരുന്നു. ദേശസാൽകൃത ബാങ്കുകൾ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക ചൊവ്വാഴ്ച തന്നെ നിക്ഷേപിച്ചിരുന്നു. പൊന്നാനി സബ് ട്രഷറി ഓഫീസിൽ നിന്നും പൊന്നാനി സഹകരണ ബാങ്കിന് വിവരം അറിയിച്ചിരുന്നുവെങ്കിലും ബാങ്ക് ചെക്ക് നൽകാതെ കാലതാമസം വരുത്തിയതാണ് പെൻഷൻ വിതരണം മുടങ്ങുവാൻ കാരണമായതെന്നാണ് കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നത്. പെരുന്നാൾ ദിവസങ്ങളിലെ 2 ദിവസത്തെ ബാങ്ക് അവധി പറഞ്ഞ് പെൻഷൻ വിതരണം നീട്ടിക്കൊണ്ടുപോവുകയാണ് ചെയ്തത്. 10 വർഷത്തിനു ശേഷം പെരുന്നാളിന് പെൻഷൻ വിതരണം മുടങ്ങിയെന്ന് പൊന്നാനി നഗരസഭാ ചെയർപേഴ്സൺ മുഖ്യമന്ത്രിക്കെതിരെ പോസ്റ്റ് ഇട്ടതും ഗൗരവകരമായ കുറ്റമാണെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തി. ധനകാര്യ ചുമതല വഹിക്കുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി, ജനപ്രിയ മുഖ്യമന്ത്രി വി ഡി സതീശൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞതാണ് ഈ പെൻഷൻ ഇത്തവണ പെരുന്നാളിന് മുമ്പ് എല്ലാവരുടെയും കൈകളിലെത്തുമെന്ന്. പക്ഷേ അത് രാഷ്ട്രീയ പ്രേരിതമായി ഭരണം മാറ്റം നടന്നത് മനസ്സിലാക്കിക്കൊണ്ട് പൊന്നാനി നഗരസഭാ ചെയർപേഴ്സൺ ഉൾപ്പെടെ ഇതൊരു രാഷ്ട്രീയ ആയുധമാക്കിക്കൊണ്ട് പെൻഷൻ പെരുന്നാളിന് ആളുകൾക്ക് കിട്ടാത്ത 10 വർഷത്തിനുള്ളിൽ ആദ്യത്തെ സംഭവമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കള്ളപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് സർക്കാരിനെ കരുതി കാണിക്കാൻ ഇത് ഇരിക്കുന്ന ബാങ്ക് എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിൻ്റെ അധീനതയിലെ കുത്തകയാക്കിയിട്ടുള്ള പൊന്നാനിയിലെ സർവീസ് സഹകരണ ബാങ്കാണ് ഇത് ചെയ്തിട്ടുള്ളത്. തെറ്റായ നടപടിയാണ് ചെയ്തിട്ടുള്ളത്. യഥാസമയം ഈ പെൻഷൻ കൊടുക്കുന്നതിൻ്റെ ട്രഷറിയിൽ പണം എത്തിച്ചിട്ട് ആ വിവരം അറിയിച്ചതിനനുസരിച്ച് ബാങ്ക് പണം കൈപ്പറ്റാതെ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും ദ്രോഹിച്ചിരിക്കുകയാണ്. പെൻഷൻ കിട്ടുന്ന 10,000-ഓളം ആളുകൾ എന്ന് പറയുമ്പോൾ അവിടെയുള്ള കുടുംബാംഗങ്ങളുടെ വിവരണം. അപ്പോൾ 10,000-കണക്കിന് കുടുംബാംഗങ്ങളെയാണ് ഇവർ ഈ പെൻഷൻ നൽകാതെ ദ്രോഹിച്ചിട്ടുള്ളത്. ഇത് ജനങ്ങൾ മുഴുവൻ, ജനപ്രതിനിധികളായ ഞങ്ങളോട് എല്ലാവരും, സാമൂഹ്യ പ്രവർത്തകരായ, രാഷ്ട്രീയ പ്രവർത്തകരായ മുഴുവൻ ആളുകളോടും വിളിച്ചു ചോദിക്കുകയാണ്, എന്തെത്തവണ പെൻഷൻ കിട്ടിയില്ല, ഞങ്ങൾക്ക് മറുപടി പറയാൻ ഇല്ലാതെ മറുപടി പറഞ്ഞ് തോറ്റുപോയി. അപ്പോൾ അതുകൊണ്ട് ഇത് ശക്തമായി ഈ ബാങ്കിനെതിരെ, ഈ സർവീസ് ബാങ്കിനെതിരായി നടപടി സ്വീകരിക്കണം. അനാസ്ഥയാണ്, അവർ കെടുകാര്യസ്ഥതാണ്. ആ കെടുകാര്യസ്ഥയും അനാസ്ഥയും കാണിച്ചത് ഈ ഗവൺമെൻറ്റിനെതിരായുള്ള കള്ളപ്രചരണം ജനങ്ങളിടയിൽ നിർത്തുന്നതിന് വേണ്ടി നടത്തിയ പരിപാടിയാണ്. മുനിസിപ്പൽ ചെയർപേഴ്സൺ ഉൾപ്പെടെ സ്റ്റാറ്റസ് വെച്ചു, അത് ഞാൻ നേരത്തെ പറയും. അപ്പോൾ ഇതിനെതിരെ, ഈ ബാങ്കിനെതിരായി ശക്തമായ നടപടി സ്വീകരിക്കണം. ഈ ബാങ്കിൻ്റെ ബോഡി പിരിച്ചുവിടണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ സമരരംഗത്ത് ഇറങ്ങിയിട്ടുള്ളത്. പെൻഷൻ വിതരണം സമയത്ത് നൽകാതെ മുടക്കം വരുത്തിയതിനെതിരെ അന്വേഷണം നടത്തുകയോ നടപടികൾ സ്വീകരിക്കുകയോ ചെയ്യുവാൻ താൽപര്യം കാണിക്കാത്ത സഹകരണ വകുപ്പ് ജില്ലാ ജോയിന്റ് രജിസ്ട്രാർക്കെതിരെ അന്വേഷണം നടത്തണമെന്നും സഹകരണ വകുപ്പ് ഓഫീസ് ഉപരോധിച്ച് കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടു. പൊന്നാനി നഗരസഭ UDF പാർലമെന്ററി പാർട്ടി ലീഡർ TK അഷ്റഫ്, A പവിത്രകുമാർ, K ജയപ്രകാശ്, NP നബീൽ, KP അബ്ദുൽ ജബ്ബാർ, M അബ്ദുൽ ലത്തീഫ്, C ജാഫർ, M രാമനാഥൻ, KP സോമൻ, P ശ്രീകല, H കബീർ, P സക്കീർ, MK റഫീഖ്, S മുസ്തഫ, ബക്കർ എന്നിവർ പ്രതിഷേധ പരിപാടിക്ക് നേതൃത്വം നൽകി.